എല്ലാവർക്കും ജുറാസ് കൊമേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓഡിറ്റിംഗ് ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസ് സബ്ജക്റ്റിലെ പാർട്ട് 3 റിവിഷനാണ്. ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോകളിലെല്ലാം തന്നെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ പാർട്ടായിട്ട് മൊഡ്യൂൾ 1 മുതൽ മൊഡ്യൂൾ 5 വരെയുള്ള എല്ലാ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സുകളും എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് റിവിഷൻ തരികയാണ്. ഈ വീഡിയോ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് നോട്ട് ചെയ്ത് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് O ഗ്രേഡ് വരെ ഓഡിറ്റിംഗ് ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസ് സബ്ജക്റ്റിന് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് പാർട്ട് 3 റിവിഷനിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഓഡിറ്റ് നോട്ട്ബുക്ക് അല്ലെങ്കിൽ ഓഡിറ്റ് മെമ്മോറാണ്ടം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. വളരെ ചെറിയൊരു ടോപ്പിക് ആണെങ്കിൽ പോലും ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ്റെ ഏരിയ ആണ് ഓഡിറ്റ് നോട്ട്ബുക്ക് അല്ലെങ്കിൽ ഓഡിറ്റ് മെമ്മോറാണ്ടം. ഇറ്റ് ഈസ് എ രജിസ്റ്റർ ഓർ ഡയറി മെയിൻറ്റെയിൻഡ് ബൈ ഓഡിറ്റ് ക്ലർക്ക് ഡ്യൂറിംഗ് ദ കോഴ്സ് ഓഫ് ഓഡിറ്റ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഓഡിറ്റ് മെമ്മോറാണ്ടം. ഓഡിറ്റ് നോട്ട്ബുക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്ലാസ്സിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ചിലപ്പോൾ പോയിന്റ്സുകൾ നോട്ട് ചെയ്ത് വെക്കില്ലേ? ചെറിയൊരു പോയിന്റ് നോട്ട് ഉണ്ടാവും. ടീച്ചേഴ്സ് പറയുന്ന പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കും, ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാത്രം അല്ലേ? അതേപോലെ തന്നെ ഓഡിറ്റർ ഓഡിറ്റിംഗ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ചെറിയൊരു ഡയറിയോ ഒരു രജിസ്റ്ററോ ഉണ്ടായിരിക്കും, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് എല്ലാം രേഖപ്പെടുത്തി വെക്കാൻ. അതിനെയാണ് ഓഡിറ്റ് നോട്ട്ബുക്ക് അഥവാ ഓഡിറ്റ് മെമ്മോറാണ്ടം എന്ന് പറയുന്നത്. ഓഡിറ്റ് നോട്ട്ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ രജിസ്റ്റർ ഓർ ഡയറി മെയിൻറ്റെയിൻഡ് ബൈ എ ഓഡിറ്റ് ക്ലർക്ക് ഡ്യൂറിംഗ് ദ കോഴ്സ് ഓഫ് ഓഡിറ്റ്. അപ്പോൾ എന്ത് വേണം? ഇതിലെ കീ വേർഡ് എന്ന് പറയുന്നത് ഓഡിറ്റ് മെമ്മോറാണ്ടം അല്ലെങ്കിൽ ഓഡിറ്റ് നോട്ട്ബുക്കിൻ്റെ കീ വേർഡ് എന്ന് പറയുന്നത് രജിസ്റ്റർ ഓർ ഡയറി. അത് ഉണ്ടായിരിക്കണം. അതുണ്ടെങ്കിൽ 1 മാർക്ക് ഉറപ്പാണ്. രജിസ്റ്റർ ഓർ ഡയറി. ആരാണത് കയ്യിൽ വെക്കുന്നത്? ഓഡിറ്റർ അല്ലെങ്കിൽ ഓഡിറ്റ് ക്ലർക്ക്. ഓഡിറ്റ് ക്ലർക്ക് എന്നൊന്നും വേണ്ട, ഓഡിറ്റർ. എപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ അത് വേണ്ടത്? ഡ്യൂറിംഗ് ദ കോഴ്സ് ഓഫ് ഓഡിറ്റ് അല്ലെങ്കിൽ അറ്റ് ദ ടൈം ഓഫ് ഓഡിറ്റിംഗ്. ഓഡിറ്റിംഗ് ചെയ്യുന്ന സമയത്ത് ഓഡിറ്ററുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ട ആ ഒരു രജിസ്റ്റർ അല്ലെങ്കിൽ ഡയറിയാണ് ഓഡിറ്റ് നോട്ട്ബുക്ക് എന്ന് പറയുന്നത്. ഹി റെക്കോർഡ് ഓൾ ഇമ്പോർട്ടൻറ്റ് മാറ്റേഴ്സ് റിലേറ്റഡ് ടു ദ ഓഡിറ്റിംഗ്. ഓഡിറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടൻറ്റ് മാറ്റേഴ്സ് എല്ലാം തന്നെ ഓഡിറ്റർ എന്ത് ചെയ്യും? ആ ഒരു ഡയറിയിൽ അല്ലെങ്കിൽ ആ ഒരു നോട്ട്ബുക്കിൽ റെക്കോർഡ് ചെയ്ത് വെക്കും. അപ്പോൾ ഓഡിറ്റ് നോട്ട്ബുക്കിൻ്റെ മറ്റൊരു പേരാണ് ഓഡിറ്റ് മെമ്മോറാണ്ടം. ഇപ്പോൾ ഓഡിറ്റ് നോട്ട്ബുക്ക് 2 മാർക്കിനാണ് ചോദിക്കുക. എല്ലാവരും പഠിച്ചു കഴിഞ്ഞല്ലോ. ഒന്ന് വീഡിയോ പോസ്റ്റ് ചെയ്ത് പറഞ്ഞു നോക്കൂ, ആ കീ വേർഡുകൾ എന്താണ്? ഓഡിറ്റ് നോട്ട്ബുക്ക് എന്ന് പറഞ്ഞാൽ ഓഡിറ്റ് മെമ്മോറാണ്ടം എന്നറിയപ്പെടുന്നുണ്ട്. ഡയറി ഓർ രജിസ്റ്റർ മെയിൻറ്റെയിൻഡ് ബൈ ഓഡിറ്റ് ക്ലർക്ക് ഡ്യൂറിംഗ് ദി കോഴ്സ് ഓഫ് ഓഡിറ്റ്. ഇനി ഓഡിറ്റ് നോട്ട്ബുക്കിൻ്റെ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് നോക്കാം. ഇറ്റ് റെക്കോർഡ് ഇമ്പോർട്ടൻറ്റ് ഓഡിറ്റ് പോയിന്റ്സ്. അതായത് ഓഡിറ്റിംഗ് നടത്തുമ്പോഴുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ് റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്. ഇറ്റ് സെർവ്സ് ആസ് എ ഡോക്യുമെൻ്ററി എവിഡൻസ്. അത് ഫ്യൂച്ചറിലൊരു തെളിവാണ്, അതായത് ഭാവിയിൽ ഒരു തെളിവാണ് ആ എഴുതി വെക്കുന്ന കാര്യങ്ങൾ. ഇറ്റ് ഹെൽപ്സ് ഇൻ പ്രിപ്പറേഷൻ ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട്. ഓഡിറ്റിൻ്റെ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാൻ ഹെൽപ്ഫുൾ ആണ്. ഇറ്റ് ഗൈഡ്സ് ഓഡിറ്റ് സ്റ്റാഫ് ഇൻ ഫ്യൂച്ചർ ഓഡിറ്റ്. ഭാവിയിൽ മറ്റൊരു ഓഡിറ്റ് നടത്തുമ്പോൾ ഈ ഒരു ഡയറിയൊക്കെ നമുക്ക് റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കാം. ഇറ്റ് മെഷർ ദ ഓഡിറ്റ് സ്റ്റാഫ് എഫിഷ്യൻസി. ആ ഒരു ഡയറി അല്ലെങ്കിൽ ആ ഒരു രജിസ്റ്റർ മനസ്സിലാക്കിയാൽ നമുക്ക് ഓഡിറ്റ് സ്റ്റാഫ് എത്രത്തോളം എഫിഷ്യൻ്റ് ആണ് എന്നും കൂടെ മനസ്സിലാക്കാം. അപ്പോൾ ഓഡിറ്റ് നോട്ട്ബുക്കിൻ്റെ ഡിസഡ്വാൻറ്റേജും കൂടെ നോക്കാം. ഇറ്റ് ക്രിയേറ്റ് മിസ്അണ്ടർസ്റ്റാൻഡിങ് ബിറ്റ്വീൻ ക്ലൈൻറ്റ് ആൻഡ് ഓഡിറ്റ് സ്റ്റാഫ്. ചിലപ്പോൾ ആ ക്ലൈൻറ്റും ഓഡിറ്റ് സ്റ്റാഫും തമ്മിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് വരാൻ സാധ്യതയുണ്ട്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് അഗെയിൻസ്റ്റ് ഓഡിറ്റർ ഇഫ് നോട്ട് പ്രോപ്പർലി പ്രിപ്പയർഡ്. അത് കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടില്ലെങ്കിൽ ഓഡിറ്റർക്കെതിരെ ഒരു ആയുധമാക്കാൻ സാധ്യതയുണ്ട്. ടൈം കൺസ്യൂമിംഗ് ആണ്. ഓഡിറ്റിംഗ് നടത്തും ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നോട്ട് ചെയ്ത് വെക്കുക എന്ന് പറയുന്നത് ടൈം കൺസ്യൂമിംഗ് ആണ്. ഫോൾട്ട് ഫൈൻഡിങ് ആറ്റിറ്റ്യൂഡ് ഇൻ ഓഡിറ്റ് സ്റ്റാഫ്. അപ്പോൾ ഇങ്ങനെ ഒരു ഡയറി കയ്യിലുണ്ടെങ്കിൽ ഓഡിറ്റ് സ്റ്റാഫിന് എല്ലാം ഇങ്ങനെ എഴുതി വെച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എവിടെയുണ്ട് തെറ്റ് അത് എഴുതി വെക്കട്ടെ, തെറ്റ് എവിടെയുണ്ട് എഴുതി വെക്കട്ടെ, തെറ്റ് എവിടെയുണ്ട് എഴുതി വെക്കട്ടെ എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കും. ഇത്രയുമാണ് ഓഡിറ്റ് നോട്ട്ബുക്കിനെ കുറിച്ച് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓഡിറ്റ് നോട്ട്ബുക്ക് എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്. ഇനി ഇതിൽ നിന്ന് എസ്സേ വരെ ചോദിച്ചു കഴിഞ്ഞാൽ, എസ്സേ ഒന്നും ചോദിക്കാൻ സാധ്യതയില്ല, 2 മാർക്ക് 5 മാർക്ക് ആ ഒരു ഏരിയയിലുള്ള ഒരു ടോപ്പിക്കാണിത്. എന്നാലും നമുക്ക് അതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടി. അപ്പം നിങ്ങൾ എന്തൊക്കെ ഐഡിയ അതിനെക്കുറിച്ച് ഉണ്ടാക്കി? ഓഡിറ്റ് നോട്ട്ബുക്കിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് ആലോചിച്ച് നോക്കിക്കേ. എന്താണ് ഓഡിറ്റ് നോട്ട്ബുക്ക്? അതാണ് നമുക്ക് ആദ്യം വേണ്ടത് അല്ലേ? ഓഡിറ്റ് നോട്ട്ബുക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓഡിറ്റ് മെമ്മോറാണ്ടം എന്നും അത് അറിയപ്പെടുന്നുണ്ട്. അത് ഒരു രജിസ്റ്റർ അല്ലെങ്കിൽ ഡയറിയാണ് ഓഡിറ്റിംഗ് നടത്തുന്ന സമയത്ത് ആ ഓഡിറ്റർ കയ്യിൽ വെക്കുന്നത്. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ അത് ഫ്യൂച്ചറിൽ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ് ആ ഡയറിയിൽ രേഖപ്പെടുത്തുക. അതൊരു തെളിവാണ്, എവിഡൻസ് ആണ്, ഡോക്യുമെൻ്ററി എവിഡൻസ് ആണ്. അതുപോലെ തന്നെ ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാൻ ഹെൽപ്ഫുൾ ആണ്. ഓഡിറ്റ് സ്റ്റാഫിൻ്റെ എഫിഷ്യൻസി മെഷർ ചെയ്യാം. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ക്ലാഷ് ഉണ്ടാവും. ക്ലയൻറ്റും ഓഡിറ്ററും തമ്മിൽ ക്ലാഷ് ഉണ്ടാകും. അതുപോലെ ടൈം കൺസ്യൂമിംഗ് ആണ്. ഫോൾട്ട് ഫൈൻഡിങ് ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കും. അടുത്തതാണ് ഓഡിറ്റ് ഫയൽ അല്ലെങ്കിൽ ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ. ഇതും ഒരു 2 മാർക്ക് ഏരിയ ആണ്. ഓഡിറ്റ് ഫയൽ മീൻസ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ.
ഓഡിറ്റ് ഫയൽ എന്ന് പറഞ്ഞാൽ ഓഡിറ്റ് വർക്കിംഗ് പേപ്പറാണ്. ഇറ്റ് ഈസ് ദി ഡോക്യുമെൻറ്റ് കണ്ടെയ്ൻ ഇൻഫർമേഷൻ ആൻഡ് എവിഡൻസ് കളക്റ്റഡ് ഡ്യൂറിങ് ദി ഓഡിറ്റ്. ഓഡിറ്റ് ഫയൽ എന്ന് പറഞ്ഞാൽ ഒരു ഓഡിറ്റർ ഓഡിറ്റിങ്ങിൻ്റെ ടൈമിൽ കളക്ട് ചെയ്യുന്ന ഇൻഫർമേഷനും എവിഡൻസുകളുമെല്ലാം ഈ ഫയലിലായിരിക്കും ഉണ്ടായിരിക്കുക. ഇതിനെ ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഓഡിറ്റ് ഫയൽ എന്ന് പറഞ്ഞാൽ ഡോക്യുമെൻ്റ് എന്ന് ഓർത്ത് വെക്കുക. നമ്മൾ ഓഡിറ്റ് നോട്ട്ബുക്ക് എന്ന് പറഞ്ഞാൽ ഡയറി ഓർ രജിസ്റ്റർ എന്ന് കീവേഡ് ഓർത്ത് വെച്ചില്ലേ, അതേപോലെ ഓഡിറ്റ് ഫയൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കീവേഡാണ് ഡോക്യുമെൻറ്റ്സ്. അപ്പോൾ ഓഡിറ്റ് ഫയൽ മീൻസ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ. ഓഡിറ്റർ ഓഡിറ്റിങ്ങിൻ്റെ സമയത്ത് ഉപയോഗിക്കുന്ന ആ ഒരു വർക്കിംഗ് പേപ്പറാണ് ഓഡിറ്റ് ഫയൽ. ഇറ്റ് ഈസ് ദ ഡോക്യുമെൻറ്റ്, അതൊരു ഡോക്യുമെൻ്റ് ആണ്. കണ്ടെയ്ൻ ഇൻഫർമേഷൻ ആൻഡ് എവിഡൻസ് കളക്റ്റഡ് ഡ്യൂറിങ് ദ ഓഡിറ്റ്. ഓഡിറ്റിംഗ് നടത്തുമ്പോൾ അതിലുള്ള ഇൻഫർമേഷൻസും എവിഡൻസും കളക്ട് ചെയ്യുന്നത് അവിടെയായിരിക്കും. ഓഡിറ്റ് വർക്കിംഗ് പേപ്പറിൻ്റെ കണ്ടന്റ് എന്തൊക്കെയാണ്? ട്രയൽ ബാലൻസ് ഉണ്ടായിരിക്കും, BRS ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവും, ഡെപ്റ്റേഴ്സിൻ്റെ ഷെഡ്യൂൾ ഉണ്ടാകും, ക്രെഡിറ്റേഴ്സിൻ്റെ ഷെഡ്യൂൾ ഉണ്ടാകും, ഇൻവെസ്റ്റ്മെൻറ്റ് ഷെഡ്യൂൾ ഉണ്ടായിരിക്കും. അപ്പോൾ ആദ്യത്തെ 4 ഓർത്ത് വെച്ചോ. ട്രയൽ ബാലൻസ്, ഷെഡ്യൂൾ ഓഫ് ഡെപ്റ്റേഴ്സ്, ഷെഡ്യൂൾ ഓഫ് ക്രെഡിറ്റേഴ്സ്, ഷെഡ്യൂൾ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതുപോലെ ഡീറ്റെയിൽഡ് ഓഫ് ക്യാഷ് ബാലൻസ് ഉണ്ടായിരിക്കും. എന്നോട് എഴുതാൻ വിട്ടുപോയതാണ്. ഡീറ്റെയിൽസ് ഓഫ് ബാങ്ക് ബാലൻസ് ഉണ്ടായിരിക്കും. ഡിപ്രീസിയേഷൻ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അഡ്ജസ്റ്റിംഗ് എൻട്രീസ് കാണിക്കും. സർട്ടിഫിക്കറ്റ് ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ് ഉണ്ടായിരിക്കും. ഡ്രാഫ്റ്റ് ഓഫ് ഫൈനൽ അക്കൗണ്ട്, ഫൈനൽ അക്കൗണ്ടിൻ്റെ അതായത് ബാലൻസ് ഷീറ്റിൻ്റെയും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെയും ഒരു ഡ്രാഫ്റ്റ് ഉണ്ടായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പറിൽ ഉണ്ടായിരിക്കുക. ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ എന്ന് പറഞ്ഞാൽ ഓഡിറ്റ് ഫയലാണ്, അതുപോലെ തന്നെ അത് ഡോക്യുമെൻ്റ് ആണ്. ആ ഡോക്യുമെൻറ്റിലായിരിക്കും ഇൻഫർമേഷൻസും എവിഡൻസും ഉണ്ടാവുക ഓഡിറ്റിങ്ങിൻ്റെ ടൈമിൽ. കണ്ടന്റ് ട്രയൽ ബാലൻസ്, ഷെഡ്യൂൾ ഓഫ് ഡെപ്റ്റർ, ഷെഡ്യൂൾ ഓഫ് ക്രെഡിറ്റർ, ഷെഡ്യൂൾ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഡീറ്റെയിൽസ് ഓഫ് ക്യാഷ് ബാലൻസ് ഉണ്ടായിരിക്കും, ഡീറ്റെയിൽസ് ഓഫ് ബാങ്ക് ബാലൻസ് ഉണ്ടാകും, ഡിപ്രീസിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാകും, സ്റ്റോക്ക് ഇൻ ട്രേഡിൻ്റെ സർട്ടിഫിക്കറ്റ്, അഡ്ജസ്റ്റിംഗ് എൻട്രീസ്, ഫൈനൽ അക്കൗണ്ടിൻ്റെ ഡ്രാഫ്റ്റ്സ്. ഇതെല്ലാം ഓഡിറ്റ് വർക്കിംഗ് പേപ്പറിൻ്റെ കണ്ടന്റ് ആണ്. Then there are 2 types of audit file. ഓഡിറ്റ് ഫയൽ 2 രീതിയിലാണുള്ളത്. പെർമനന്റ് ഫയൽസും ഉണ്ടായിരിക്കും, ആനുവൽ ഫയൽസും ഉണ്ടായിരിക്കും. ഇപ്പം മീനിങ് ഒക്കെ 2 മാർക്കിന് ചോദിച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ കൂടെ ഫുൾ മാർക്ക് കിട്ടണമെങ്കിൽ ഈ ടൈപ്സും കൂടെ എഴുതി വെക്കാം. അപ്പോൾ ഓഡിറ്റ് ഫയൽസിൻ്റെ 2 ടൈപ്സ് ഏതൊക്കെയാണ്? പെർമനന്റ് ഫയൽസും ഉണ്ട്, അതുപോലെ തന്നെ ആനുവൽ ഫയൽസും ഉണ്ട്. പെർമനന്റ് ഫയൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി പെർമനന്റ് ഓഡിറ്റ് ഫയൽ. ഇറ്റ് ഗീവ് ബ്രീഫ് ഹിസ്റ്ററി ഓഫ് പ്രീവിയസ് ഇയർ ഓഡിറ്റ്. കഴിഞ്ഞ ഓഡിറ്റിനെ കുറിച്ചുള്ള ഒരു ചെറിയ ഹിസ്റ്ററി എന്തിലുണ്ടായിരിക്കും? പെർമനന്റ് ഫയലിൽ ഉണ്ടായിരിക്കും. ആനുവൽ ഫയൽ എന്ന് പറഞ്ഞാൽ കറണ്ട് ഇയർ ഓഡിറ്റ് ഫയലാണ്. അത് കറണ്ട് ഇയറിലെ ഡീറ്റെയിൽസ് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഓഡിറ്റ് ഫയലിനെ കുറിച്ച് പഠിക്കേണ്ടത്. ഇപ്പോൾ ഒന്ന് പറഞ്ഞു നോക്കൂ. ഓഡിറ്റ് ഫയൽ എന്ന് പറഞ്ഞാൽ ഓഡിറ്റ് വർക്കിംഗ് പേപ്പറാണ്. അതൊരു ഡോക്യുമെൻ്റ് ആണ്. അതിൽ ഓഡിറ്റിംഗ് നടത്തുമ്പോഴുള്ള എവിഡൻസുകളും ഇൻഫർമേഷൻസുമാണ് ഉണ്ടായിരിക്കുക. ഓഡിറ്റ് വർക്കിംഗ് പേപ്പറിൻ്റെ കണ്ടന്റ് ഏതൊക്കെയാണ്? ഷെഡ്യൂൾ ഓഫ് ഡെപ്റ്റർ, ഷെഡ്യൂൾ ഓഫ് ക്രെഡിറ്റർ, ഡീറ്റെയിൽസ് ഓഫ് ബാങ്ക് ബാലൻസ്, ഷെഡ്യൂൾ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഡീറ്റെയിൽഡ് ഓഫ് ക്യാഷ് ബാലൻസ്, അല്ലേ? അതുപോലെ തന്നെ ഫൈനൽ ഡ്രാഫ്റ്റ് ഉണ്ടായിരിക്കും, അഡ്ജസ്റ്റിംഗ് എൻട്രീസ് ഉണ്ടായിരിക്കും. അത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ദെൻ 2 രീതിയിലുള്ള ഫയലുകളാണുള്ളത്, പെർമനൻറ്റും ആനുവലും. പെർമനന്റ് ഫയൽ എന്ന് പറഞ്ഞാൽ പെർമനന്റ് ഓഡിറ്റ് ഫയലാണ്. അതിലെന്താണ്? പ്രീവിയസ് ഇയർ ഓഡിറ്റിങ്ങിനെ കുറിച്ചൊരു ബ്രീഫ് ഹിസ്റ്ററി ഉണ്ടായിരിക്കും. ആനുവൽ ഫയൽ എന്ന് പറഞ്ഞാൽ കറണ്ട് ഇയർ ഫയലാണ്. അതിൽ കറണ്ട് ഇയർ ഓഡിറ്റിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഉണ്ടാവുക. അടുത്തതാണ് ടെസ്റ്റ് ചെക്കിംഗ്. 2 മാർക്കിന് ചിലപ്പോൾ വാട്ട് ഡു യു മീൻ ബൈ ടെസ്റ്റ് ചെക്കിംഗ് ഒക്കെ ചോദിക്കും. ഇറ്റ് ഈസ് എ സാമ്പിൾ ചെക്കിംഗ്. ടെസ്റ്റ് ചെക്കിംഗ് എന്ന് കണ്ടാൽ അതിൻ്റെ കീ വേർഡ് എന്ന് പറയുന്നത് സാമ്പിൾ ചെക്കിംഗ് ആണ്. ടെസ്റ്റ് ചെക്കിംഗ് എന്ന് കണ്ടാൽ അതിൻ്റെ കീ വേർഡ് എന്താണ്? സാമ്പിൾ ചെക്കിംഗ് ആണ്. ഇപ്പോൾ സാമ്പിൾ ചെക്കിംഗ് ഓഫ് ട്രാൻസാക്ഷൻ ഇൻ എ ബിസിനസ്. ഒരു ബിസിനസ്സിലെ ട്രാൻസാക്ഷൻ്റെ സാമ്പിൾ ചെക്കിംഗ് നടത്തുന്നതിനെയാണ് ടെസ്റ്റ് ചെക്കിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് അഡോപ്റ്റഡ് ബൈ ലാർജ് ബിസിനസ് ഫേം. വലിയ ബിസിനസ്സുകളാണ് ഈ ടെസ്റ്റ് ചെക്കിംഗ് നടത്തുക. കാരണം വലിയ ബിസിനസ്സുകളാവുമ്പോൾ അവിടെ എന്യൂമറസ് ട്രാൻസാക്ഷൻസ് ഉണ്ടാകും, അല്ലേ? ഓരോ ദിവസവും ഒരുപാട് ഇടപാടുകൾ ഉണ്ടാകും. ആ ഇടപാടുകളെല്ലാം തന്നെ ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ ഓഡിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അത്തരം സന്ദർഭങ്ങളിൽ ടെസ്റ്റ് ചെക്കിംഗ് നടത്തും. ഇപ്പോൾ ഒരു ജനുവരി മാസത്തതാണ് നോക്കുന്നതെങ്കിൽ ജനുവരി 1 മുതൽ 31 വരെ ഒരുപാട് ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യും? ജനുവരി 1-ൻ്റെത് നോക്കും, പിന്നെ ഒന്ന് ജനുവരി 15-ൻ്റെത് നോക്കും, പിന്നെ ജനുവരി 30-ൻ്റെത് നോക്കും. അങ്ങനെ കുറച്ച് സാമ്പിളുകൾ എടുത്തുകൊണ്ട് ചെക്ക് ചെയ്യുന്നതിനെയാണ് ടെസ്റ്റ് ചെക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ടെസ്റ്റ് ചെക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സാമ്പിൾ ചെക്കിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് ഇൻ എ ബിസിനസ്. ഒരു ബിസിനസ്സിലെ ട്രാൻസാക്ഷൻസിൻ്റെ സാമ്പിൾ ചെക്കിംഗ് നടത്തുന്നതിനെയാണ് ടെസ്റ്റ് ചെക്കിംഗ് എന്ന് പറയുന്നത്.
ഇറ്റ് ഈസ് അഡോപ്റ്റഡ് ബൈ ലാർജ് ബിസിനസ് ഫേംസ്. വലിയ ബിസിനസ് ഫേമുകളാണ് ഇത് അഡോപ്റ്റ് ചെയ്യുന്നത്. ഇറ്റ് സെലക്ട്സ് ആൻഡ് ചെക്ക് റെപ്രസെൻറ്റേറ്റീവ് സാമ്പിൾസ്. അത് റെപ്രസെൻറ്റേറ്റീവ് സാമ്പിൾസ് സെലക്ട് ചെയ്ത് ചെക്ക് ചെയ്യുകയാണ് ചെയ്യുക. അടുത്തതാണ് സർപ്രൈസ് ചെക്കിംഗ്. 2 മാർക്കിന് ചോദിക്കും. ഇറ്റ് ഈസ് എ ടെക്നിക് യൂസ്ഡ് ബൈ ഓഡിറ്റർ. ഓഡിറ്റർ യൂസ് ചെയ്യുന്ന ഒരു ഓഡിറ്റിംഗ് ടെക്നിക്കാണ് സർപ്രൈസ് ചെക്ക്. ഇറ്റ് ഈസ് ദ സർപ്രൈസ് വിസിറ്റ് ടു ക്ലയൻറ്റ് ഓഫീസ് ആൻഡ് മേക്ക് സർപ്രൈസ് ചെക്കിംഗ്. അതായത് ഓഫീസിലേക്ക്, ക്ലയൻറ്റിൻ്റെ ഓഫീസിലേക്ക്, അല്ലെങ്കിൽ നിങ്ങൾ ബിസിനസ്സിലേക്ക് എന്ന് എഴുതിയാലും മതി, അല്ലെങ്കിൽ കമ്പനിയിലേക്ക് സർപ്രൈസ് ആയിട്ട് വരികയും അവിടുത്തെ ബുക്സ് ഓഫ് അക്കൗണ്ട്സുകൾ ചെക്ക് ചെയ്യുകയും ചെയ്യുന്നതിനെയാണ് സർപ്രൈസ് ചെക്ക് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്രീസസ് ദ എഫിഷ്യൻസി ഓഫ് ഓഡിറ്റ്. അത് ഓഡിറ്റിങ്ങിൻ്റെ എഫിഷ്യൻസി വർദ്ധിക്കും. അപ്പോൾ സർപ്രൈസ് ചെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതൊരു ഓഡിറ്റ് ടെക്നിക്കാണ്. സർപ്രൈസ് വിസിറ്റ് ടു ദ ഓഫീസ് ആൻഡ് മേക്ക് സർപ്രൈസ് ചെക്കിംഗ്. സർപ്രൈസ് ചെക്കിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? ഇറ്റ് മേക്ക് സ്റ്റാഫ് അലേർട്ട് ആൻഡ് വിജിലൻറ്റ്. എപ്പോഴെങ്കിലും വരും എന്നുള്ള പേടി കൊണ്ട് എല്ലാ സ്റ്റാഫും എന്തായിരിക്കും? അലേർട്ടും വിജിലൻറ്റുമായിരിക്കും. അതുപോലെ തന്നെ ഇറ്റ് മേക്ക് സ്റ്റാഫ് പങ്ക്ച്വൽ ആൻഡ് കോഷ്യസ്. എല്ലാ സ്റ്റാഫും അതുകൊണ്ട് ചെയ്യുന്ന വർക്കിൽ പങ്ക്ച്വൽ ആയിരിക്കും. ഇറ്റ് ഇൻക്രീസസ് എഫിഷ്യൻസി ഓഫ് ഓഡിറ്റ്. ഓഡിറ്റിൻ്റെ എഫിഷ്യൻസി വർദ്ധിക്കും. അതുപോലെ ക്വാളിറ്റിയും വർദ്ധിക്കും. എറേഴ്സും ഫ്രോഡ്സും ഉണ്ടാകാനുള്ള ചാൻസ് കുറവായിരിക്കും. ഇറ്റ് മെയിൻറ്റെയിൻ ഡിസിപ്ലിൻ എമംഗ് സ്റ്റാഫ്. സ്റ്റാഫുകൾക്കിടയിൽ ഒരു ഡിസിപ്ലിൻ ഉണ്ടായിരിക്കും. ഇറ്റ് സപ്പോർട്ട് എഫക്റ്റീവ് ഇൻറ്റേർണൽ കൺട്രോൾ. ഇൻറ്റേർണൽ കൺട്രോൾ അല്ലെങ്കിൽ ഇൻറ്റേർണൽ ചെക്കൊക്കെ എന്തായിരിക്കും? ഇഫക്റ്റീവ് ആയിരിക്കും. അപ്പോൾ എന്തൊക്കെയാണ് സർപ്രൈസ് ചെക്ക്? എന്താണ് ടെസ്റ്റ് ചെക്ക്? അതുപോലെ സർപ്രൈസ് ചെക്ക്, അതിൻ്റെ അഡ്വാൻറ്റേജ്. ടെസ്റ്റ് ചെക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ കീവേഡ് എന്തായിരുന്നു? യെസ്, സാമ്പിൾ ചെക്ക് അല്ലേ? റെപ്രസെൻറ്റേറ്റീവ് സാമ്പിൾസ് ചെക്ക് ചെയ്യുന്ന ഒരു ഓഡിറ്റിംഗ് ടെക്നിക്കാണ് ടെസ്റ്റ് ചെക്കിംഗ് എന്ന് പറയുന്നത്. അത് ആർക്കാണ് സ്യൂട്ടബിൾ ആകുന്നത്? ലാർജ് ബിസിനസ് ഫേമിന്. സർപ്രൈസ് ചെക്ക് എന്ന് പറഞ്ഞാൽ ഓഡിറ്റർ സർപ്രൈസ് ആയിട്ട് ഓഫീസിലേക്ക് വിസിറ്റ് ചെയ്യുകയും അവിടുത്തെ ബുക്സ് ഓഫ് അക്കൗണ്ട്സുകൾ ചെക്ക് ചെയ്യുകയും ചെയ്യുന്നതാണ് സർപ്രൈസ് ചെക്ക്. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? സ്റ്റാഫ് അലേർട്ട് ആയിരിക്കും, വിജിലൻ്റ് ആയിരിക്കും, പങ്ക്ച്വൽ ആയിരിക്കും, കോഷ്യസ് ആയിരിക്കും, ഓഡിറ്റിൻ്റെ എഫിഷ്യൻസി വർദ്ധിക്കും, ക്വാളിറ്റി വർദ്ധിക്കും, എറർ കുറയും, ഫ്രോഡ് കുറയും, ഡിസിപ്ലിൻ ഉണ്ടാകും, നല്ല ഇൻറ്റേർണൽ ചെക്ക് ഉണ്ടാകും. അടുത്തതാണ് റൊട്ടീൻ ചെക്കിംഗ്. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് വൗച്ചിങ്. വൗച്ചിങ്ങിൻ്റെ ഒരു പാർട്ടായിട്ട് വരുന്ന ഒരു കോൺസെപ്റ്റാണ് അല്ലെങ്കിൽ ഒരു ചെക്കിംഗ് ആണ് റൊട്ടീൻ ചെക്കിംഗ്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ചെക്കിംഗ്, പോസ്റ്റിംഗ്, കാസ്റ്റിംഗ്, ബാലൻസിങ് സബ്സിഡറി ബുക്ക്. അതായത് ഡെയിലി നടക്കുന്ന ചെക്കിങ്ങിനെയാണ് എന്ത് പറയുന്നത്? റൊട്ടീൻ ചെക്കിംഗ് എന്ന് പറയുന്നത്. അതായത് പോസ്റ്റ് ചെയ്ത കാര്യങ്ങളും കാസ്റ്റ് ചെയ്ത കാര്യങ്ങളും ബാലൻസ് ചെയ്തതും സബ്സിഡറി ബുക്കും, അങ്ങനെ ബിസിനസ്സിലെ ദൈനംദിന ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ചെക്ക് ചെയ്യുന്നതിനെയാണ് റൊട്ടീൻ ചെക്കിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ അഡ്വാൻറ്റേജ്, നിങ്ങൾക്ക് വേണമെങ്കിൽ സർപ്രൈസ് ചെക്കിൻ്റെയും റൊട്ടീൻ ചെക്കിങ്ങിൻ്റെയും ടെസ്റ്റ് ചെക്കിങ്ങിൻ്റെയും ഒക്കെ അഡ്വാൻറ്റേജ് സെയിം ആയിട്ട് എഴുതാൻ കേട്ടോ. അത് സിമ്പിളാണ്, ഓഡിറ്റ് ക്ലർക്കാണ് ചെയ്യുന്നത്, ഇൻറ്റേർണൽ കൺട്രോൾ ഞാൻ പ്രത്യേകം പറയുന്നില്ല. എല്ലാത്തിനും കൂടി ആ സർപ്രൈസ് ചെക്കിൻ്റെ അഡ്വാൻറ്റേജ് പഠിച്ചു വെച്ചോ. ദെൻ ഓഡിറ്റ് പ്രോഗ്രാം. ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റിട്ടൺ ആൻഡ് പ്രീ ഡിറ്റർമൈൻഡ് പ്ലാൻ ഓഫ് ആക്ഷൻ ഫോർ കണ്ടക്ടിങ് ആൻ ഓഡിറ്റ്. ഒരു ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട പ്ലാൻ ഓഫ് ആക്ഷനെ മുൻകൂട്ടി തീരുമാനിച്ചിട്ടുള്ള ആ ഒരു പ്ലാൻ ഓഫ് ആക്ഷനാണ് ഓഡിറ്റ് പ്രോഗ്രാം. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് സീനിയർ ഓഡിറ്റ് സ്റ്റാഫ്. അത് പ്രിപ്പയർ ചെയ്യേണ്ടവ സീനിയർ ഓഡിറ്റ് സ്റ്റാഫാണ്. അതായത് ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓഡിറ്റിംഗ് നടത്തുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്ന് പ്രീ പ്ലാൻ ചെയ്ത് പ്രീ ഡിറ്റർമൈൻ ചെയ്ത് മുൻകൂട്ടി നിശ്ചയിച്ച് വെക്കുന്നതിനെയാണ് ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ റിട്ടൺ ആൻഡ് പ്രീ ഡിറ്റർമൈൻഡ് പ്ലാൻ. അതെങ്കിലും ഓർത്ത് വെക്കുക. ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ റിട്ടൺ ആൻഡ് പ്രീ ഡിറ്റർമൈൻഡ് പ്ലാൻ ഓഫ് ആക്ഷൻ ഫോർ കണ്ടക്ടിങ് ആൻ ഓഡിറ്റ്. അതുപോലെ അതൊരു സീനിയർ ഓഡിറ്റ് സ്റ്റാഫ് ആയിരിക്കും പ്രിപ്പയർ ചെയ്യുക. 2 രീതിയിലുള്ള ഓഡിറ്റ് പ്രോഗ്രാമാണുള്ളത്. ഫിക്സഡ് ഓഡിറ്റ് പ്രോഗ്രാമും അതുപോലെ ഫ്ലെക്സിബിൾ ഓഡിറ്റ് പ്രോഗ്രാമും. ഫിക്സഡ് ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ പ്രീ പ്ലാൻഡ് ആൻഡ് ഡീറ്റെയിൽഡ് പ്രോഗ്രാം ആയിരിക്കും. ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓൾട്ടർ ചെയ്യാനും മോഡിഫൈ ചെയ്യാനും പറ്റും. ദെൻ അതിൻ്റെ അഡ്വാൻറ്റേജ്, ഡ്യൂട്ടീസ് ഓഫ് ക്ലർക്ക് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാകും. അതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. പിന്നെ നമുക്ക് വേണ്ടത് ഓഡിറ്റ് പ്ലാനിംഗ് ആണ്. ഇത് എസ്എ ആണ്. പ്രീ അറേഞ്ചിങ് ആൻഡ് കോർഡിനേറ്റിംഗ് ദ വർക്ക് ഓഫ് ഓഡിറ്റ് ഓഫ് ക്ലയൻറ്റ് ഈസ് കോൾഡ് ഓഡിറ്റ് പ്ലാനിംഗ്. ഓഡിറ്റ് പ്ലാനിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓഡിറ്റർ ചെയ്യേണ്ട വർക്ക് പ്രീ അറേഞ്ച് ചെയ്യുക, മുൻകൂട്ടി അറേഞ്ച് ചെയ്യുകയും കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുന്നതിനെയാണ് ഓഡിറ്റ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഓഡിറ്റ് പ്ലാനിങ്ങിൻ്റെ സ്റ്റെപ്പ് ചോദിക്കുക, അല്ലെങ്കിൽ വാട്ട് ആർ ദ പ്രിലിമിനറി സ്റ്റെപ്സ് വൈൽ കണ്ടക്ടിങ് ആൻ ഓഡിറ്റ് എന്ന് ചോദിച്ചാൽ ഇതാണ്. ഇത് നിർബന്ധമായിട്ടും പഠിക്കണം. ലെറ്റർ ഓഫ് അപ്പോയിൻമെൻറ്റ്, ലെറ്റർ ഓഫ് എൻഗേജ്മെൻറ്റ്, സ്റ്റഡി നാച്ചർ, സ്കോപ്പ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ഓഡിറ്റ്, അക്വയർ നോളജ് അബൌട്ട് ബിസിനസ്, വെരിഫിക്കേഷൻ ഓഫ് ലെഡ്ജർ ഡോക്യുമെൻറ്റ്, obtain list of clients book, review previous year audited balance sheet, examine accounting system,
ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം, ഡ്യൂട്ടീസ് ഓഫ് മെമ്പർ ഓഫ് ക്ലയൻറ്റ് സ്റ്റാഫ്, ലിസ്റ്റ് ഓഫ് പ്രിൻസിപ്പൽ ഒഫീഷ്യൽസ്, ഇൻസ്ട്രക്ഷൻ ടു ദി ക്ലയൻറ്റ്, പ്രിപ്പറേഷൻ ഓഫ് ആൻ ഓഡിറ്റ് പ്രോഗ്രാം, സിസ്റ്റം ഓഡിറ്റ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓഡിറ്റ് വർക്ക്, പ്രിപ്പറേഷൻ ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട്, സബ്മിഷൻ ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട്. ഇത് സ്കിപ്പ് ചെയ്യരുത്, എന്തായാലും പഠിച്ചു വെക്കുക.